കോവിഡ് മഹാമാരി വന്നപ്പോഴാണ് എല്ലാവരും ഡൗൺ ആയത്. അങ്ങനെ എജുപോർട്ട് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ടെന്ന് തിന്നേരം ഫ്രീ ആയിട്ടല്ല എല്ലാവരും കാര്യമല്ല ഞാനും അതിൽ കയറി. പക്ഷേ നല്ല ക്ലാസ് ആയിരുന്നു. ഫ്രീ ആയിട്ടാണെങ്കിലും അതൊരു പ്രീമിയത്തിൻ്റെ ഒരു എഫക്റ്റ് ആയിലാണ് കിട്ടിയിരുന്നു. 10th കഴിഞ്ഞു, 10th ഫുൾ A+ കിട്ടി. എജുപോർട്ട് കാരണം തന്നെയാണെന്ന് പറയാം. ഇതിന് ശേഷമാണ് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കണം, എന്താക്കണമെന്നും എന്തിനും അങ്ങനെ യൂട്യൂബിൽ ഇഷ്ടംപോലെ സെർച്ച് ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും എനിക്ക് JEE നല്ലൊരു ഫ്യൂച്ചറാന്ന് തോന്നി. അങ്ങനെയാണ് JEEക്ക് വേണ്ടിയിട്ട് ഇവിടെ എജുപോർട്ടിൻ്റെ ഒരു ESAT എന്ന് പറഞ്ഞൊരു എക്സാം നടത്തിയിരുന്നു. അതിൽ 25% ഡിസ്കൗണ്ട് കിട്ടി. അത് വെച്ച് ഞാൻ അതിൽ കയറി. അങ്ങനെ JEE അതിനോടൊപ്പം അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ JEE എക്സാമിൻ്റെ കോമ്പറ്റീഷനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഇയർ തന്നെ 12 ലക്ഷത്തിന് മുകളിലാണ് എഴുതിയത്. JEE എക്സാമിന് ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് പോയോ ആരായാലും ഏകദേശം ഒരു ആസ്പിറൻസ് ഒരു 10 hour നമ്മൾ ഡെയിലി പഠിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഫൗണ്ടേഷൻ കിട്ടാത്തതാണ് കേരളത്തിലെ മിക്കവാറും കുട്ടികളുടെയും പ്രശ്നം. അപ്പോൾ JEEയുടെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അത്യാവശ്യം ടെൻഷനായിരുന്നു. പക്ഷേ അതിന് മുമ്പ് NCERT ചലഞ്ച് വന്നപ്പോൾ ഒരു മാർക്കറ്റ് നമുക്ക് അനലൈസ് ചെയ്തു. നമ്മുടെ യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പോൾ പ്രഡിക്ഷനൊക്കെ JEEൻ്റെ പെർസെൻറ്റേജുകൾ ആദ്യം വന്നുകൊണ്ട് അത് വെച്ച് ഞാനൊരു പെർസെൻറ്റേജ് കണക്കാക്കി 94.6 കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. കാരണം ഇത് കിട്ടിയതിൽ ഈ എഫേർട്ട് കൊണ്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് കോൺഫിഡൻസ് കൂടി. ഇനി നല്ലൊരു എഫേർട്ട് ഇട്ടാൽ 99 or 98 ഷുവറായിട്ടാണ് കിട്ടുന്നത്. അതെന്തിനാണ് മനസ്സിലായി.